ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലു വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസുകളും സർപ്രൈസ് OTT റിലീസുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരാഴ്ചയിൽ സർപ്രൈസ് റിലീസ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്കമിങ് ആയിട്ട് OTT റിലീസുകളുടെ അപ്ഡേറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരാഴ്ച ഈ വരുന്ന ഓഗസ്റ്റ് 15th 16th റിലീസ് ചെയ്യാവുന്ന ചിത്രങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡാർലിംഗ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രിയദർശിനി ഉൾക്കൊണ്ട ബ്രഹ്മാനന്ദം അതുപോലെ തന്നെ പ്രിയങ്ക ജാവേൽക്കർ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ഡാർലിംഗ് എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ആഗസ്റ്റ് മാസം 13 സ്ട്രീമിംഗ് ആരംഭിച്ചതാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലിറ്റിൽ ആർട്സ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷൈൻ നിഗം, മഹിമ നമ്പ്യാർ, ഷൈൻ ടോം ചാക്കോ, ബാബുരാജ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി റൊമാൻറ്റിക് ത്രില്ലർ എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ലിറ്റിൽ ആർട്സ് എന്ന് പറയുന്നത്. ഈ ചിത്രം സർപ്രൈസ് റിലീസ് ആയിട്ട് ആമസോൺ പ്രൈമിലൂടെ ആഗസ്റ്റ് മാസം 13 മലയാള ഭാഷയിൽ മാത്രം ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചതാണ്. ചിത്രം കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ MT വാസുദേവൻ സാറിന്റെ കഥയിൽ 9 സംവിധായകർ സംവിധാനം ചെയ്തിട്ടുള്ള 9 പാർട്ടായിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് മനോരഥങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി, ബിജു മേനോൻ, ആസിഫ് അലി, ഫഹദ് വാസിൽ അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് മനോരഥങ്ങൾ എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ C5 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി എന്നീ ഭാഷയിലൂടെ C5 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ C5 ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. വേറമാരി ഓഫീസ് സീസൺ 2 എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. RJ വിജയ് അതുപോലെ തന്നെ ജനനി അശോക് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ഓഫീസ് വെബ് സീരീസ് ആണ് വേറമാരി ഓഫീസ് സീസൺ 2 എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഫൺ എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു. ചിത്രം നല്ല രീതിയിലുള്ള കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളായിരുന്നു ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 ആഹാ തമിഴിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇവോൾ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജെന്നിഫർ ഇമ്മാനുവൽ, സൂര്യ ശ്രീനിവാസ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ഇവോൾ എന്ന് പറയുന്നത്. ആഹാ തെലുങ്കിലാണ് ചിത്രം ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 തെലുങ്ക് ഭാഷയിലൂടെ ആഹാ തെലുങ്കിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്താണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. OMG എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഓ മച്ചി ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമാണ് OMG എന്ന് പറയുന്നത്. നമ്മുടെ വെണ്ണില കിഷോർ അതുപോലെ തന്നെ നവമി ഗായക്, നവീൻ നാനി എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു OMG. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 നമ്മുടെ ആഹാ തെലുങ്കിലൂടെ ചിത്രം തെലുങ്ക് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പഴഞ്ചൻ പ്രണയം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റോണി ഡേവിഡ്, അസീസ് നെടുമങ്ങാട്, വിനിഷ ലൂസിയസ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്തുന്ന ചിത്രമാണ് പഴഞ്ചൻ പ്രണയം എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 16 സൈന പ്ലേയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. എപ്പോൾ റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിത്രം വൈകിട്ടായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സത്യരാജ് അതുപോലെ തന്നെ സീത, സുകന്യ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിന്റെ ഡയറക്റ്റ് OTT റിലീസിൽ എത്തുന്ന ഒരു വെബ് സീരീസ് ആണ് മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 16 ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൊഞ്ചം പേസിനാൽ എന്ന എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിനോദ് കിഷൻ അതുപോലെ തന്നെ കീർത്തി പാണ്ഡ്യൻ എന്നിവർ കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ചുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് കൊഞ്ചം പേസിനാൽ എന്ന എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 16-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഗർ എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അടപടലം മൂഞ്ചി പോയിട്ടുള്ളൊരു ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഗർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ OT റൈറ്റ്സ് നേരത്തെ തന്നെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 20-ാം തീയതി നമ്മുടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാള ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കാവുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്വകാര്യ സംഭവ ബഹുലം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷെല്ലി അതുപോലെ ജിയോ ബേബി, അനു ആന്റണി, സജിൻ എന്നിവർ കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ചുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സ്വകാര്യ സംഭവ ബഹുലം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം ആദ്യം തന്നെ കഴിഞ്ഞ മാസം OT റിലീസിന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രം പോസ്റ്റ്പോണ്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23-ാം തീയതി നമ്മുടെ മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രായൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധനുഷ് സംവിധാനം ചെയ്ത് ധനുഷ് കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ചു. ഒപ്പം തന്നെ കാളിദാസ് ജയറാം അതുപോലെ തന്നെ സുദീപ് കിഷൻ, SJ സൂര്യ എന്നിവർ തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു രായൻ എന്ന് പറയുന്നത്. തിയേറ്ററിൽ ഏകദേശം വമ്പൻ കളക്ഷൻ നേടിയിട്ടുള്ള ഏകദേശം ഒരു 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു രായൻ എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി എന്നീ ഭാഷയിലൂടെ ആയിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൽക്കി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രഭാസ് കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ അമിതാഭ് ബച്ചൻ, കമലഹാസൻ, പ്രിയങ്ക ചോപ്ര അതുപോലെ തന്നെ പശുപതി എന്നിവർ കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ചുള്ള ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു കൽക്കി എന്ന് പറയുന്നത്. തിയേറ്ററിൽ വൻപൻ ഹിറ്റ് അടിച്ച് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ച് ഏകദേശം 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തലവൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു തലവൻ എന്ന് പറയുന്നത്. പേഴ്സണലി ചിത്രം തിയേറ്ററിൽ കണ്ടതാണ്. വൻപൻ ഹൈപ്പോടുകൂടി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചിത്രം വന്ന് വലിയ വിജയം നേടിയെടുത്തുള്ള ഒരു ചിത്രമായിരുന്നു തലവൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 12-ാം തീയതി സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. അവസാനത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അഡിയോ അമിഗോസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്രദാത്രായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്ത ചിത്രമാണ് അഡിയോ അമിഗോസ് എന്ന് പറയുന്ന ചിത്രം. ഇപ്പോൾ തിയേറ്ററിൽ വലിയൊരു വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മേ ബി സെപ്റ്റംബർ മാസം പകുതിയോടുകൂടി ഓണം പ്രീമിയർ ആയിട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുക. അതുവരെ എല്ലാവർക്കും ബൈ.